പയ്യന്നൂരിൽ സിപിഎമ്മിനെതിരെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് ആരോപണം ഉന്നയിച്ച് വി കുഞ്ഞികൃഷ്ണനെതിരെ കടുത്ത നടപടിക്ക് സിപിഐഎം. കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും. നടപടി അടക്കം ചർച്ച ചെയ്യാൻ നിർണായക സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയാണ്. ആരോപണ വിധേയനായ ടി.ഐ. മധുസൂദനൻ യോഗത്തിലില്ല. അതേസമയം ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കുഞ്ഞികൃഷ്ണൻ. നേതാക്കൾ ആടിനെ പട്ടിയാക്കുകയാണെന്നായിരുന്നു പ്രതികരണം. ഇത് ആടിനെ പട്ടിയാക്കുന്ന ഒരു പ്രചരണ തന്ത്രം 2022 പയ്യന്നൂരിലെ ഫണ്ട് വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം വരുന്നത്. തെരഞ്ഞെടുപ്പ് ഫണ്ട് പിരിക്കാൻ വേണ്ടി ഉപയോഗിച്ച റെസീറ്റ് ഇപ്പോഴും പൂർണ്ണമായി തിരിച്ചു വന്നിട്ടില്ല. ആ ഫണ്ട് റെസീറ്റ് തിരിച്ചു വരാതെ എങ്ങനെയാണ് ഒരു പൈസ നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അപ്പോൾ ഓഡിറ്റിന് മുമ്പാണ് ഈ കണക്ക് മണ്ഡലം കമ്മിറ്റിയിൽ അവതരിപ്പിച്ചത്. ഓഡിറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് മണ്ഡലം കമ്മിറ്റിയിൽ പറയുകയാണ്. ഓഡിറ്റ് ചെയ്തതിന് ശേഷം അതിൽ ഉയർന്നു വന്ന വിഷയങ്ങൾ സംബന്ധിച്ച് ഒരു കാര്യവും ഇന്നേ വരെ മണ്ഡലം കമ്മിറ്റിയിൽ അവതരിപ്പിച്ചിട്ടില്ല എന്നതാണ് അതിൻ്റെ സത്യാവസ്ഥ. അഭിജിത്ത് മുഴക്കുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. അഭിജിത്ത്, പയ്യന്നൂരിൽ പാർട്ടി ശരിയാകണമെങ്കിൽ ആദ്യം നന്നാകേണ്ടത് ടി.ഐ. മധുസൂദനാണ് എന്നുള്ള ആരോപണമാണ് ആദ്യം മുതൽക്കേ വി കുഞ്ഞികൃഷ്ണൻ ഉന്നയിക്കുന്നത്. ആ വിഷയം ഇപ്പോഴും ഈ യോഗത്തിന് മുൻപും ആവർത്തിക്കുകയാണ്. അതുതന്നെ വീണ്ടും ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ യോഗം ചേർന്ന് അതിന്റെ ഒരു തീരുമാനം വരുമ്പോൾ പുറത്തേക്കോ എന്നുള്ള ചോദ്യമാണ് വരുന്നത്. വി കുഞ്ഞികൃഷ്ണനെ പുറത്താക്കുമെന്ന് തന്നെയാണോ കടുത്ത നടപടി? കടുത്ത നടപടിയിലേക്ക് തന്നെ CPM കടക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. ഈ യോഗത്തിന് തൊട്ടു മുൻപ് MV ജയരാജൻ മാധ്യമങ്ങളെ കാണുമ്പോഴും പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. ഒരു നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ അത്തരമൊരു കാര്യം ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് കുഞ്ഞികൃഷ്ണൻ ഈ രീതിയിലുള്ള പ്രതികരണം നടത്തുകയും ചെയ്തിട്ടുള്ളത്. അല്പസമയം മുൻപ് ഇപ്പോൾ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ആരംഭിച്ചിട്ടുണ്ട്. കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ, P ജയരാജൻ തുടങ്ങിയ നേതാക്കളൊക്കെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ആരോപണ വിധേയനായ ടി.ഐ. മധുസൂദനൻ MLA ഇതുവരെ യോഗത്തിലേക്ക് എത്തിയിട്ടില്ല. അദ്ദേഹം അല്പസമയത്തിനകം യോഗത്തിലെത്തും എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഏതായാലും ശ്രുതി, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം കടുത്ത നടപടി എന്ന നിലയിൽ ഇദ്ദേഹത്തെ കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കുമോ എന്നുള്ള ചോദ്യം തന്നെയാണ് ഉയരുന്നത്. അങ്ങനെ ഒരു നിലപാടിലേക്ക് CPM-ന് എത്തിച്ചേരേണ്ട സാഹചര്യവും നിലവിലുണ്ട്. കാരണം പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് പാർട്ടിയെ തളർത്തുന്ന രീതിയിൽ, തകർക്കുന്ന രീതിയിലുള്ള ഇടപെടലാണ് കുഞ്ഞികൃഷ്ണൻ നടത്തിയത് എന്നുള്ള വിമർശനം അത് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം ഒന്നാകെ തന്നെ രംഗത്തെത്തി ആവർത്തിച്ചു പറയുന്നു. ഇന്നിപ്പോൾ MV ഗോവിന്ദൻ കൂടാതെ MV ജയരാജൻ, അങ്ങനെ പാർട്ടിയുടെ മുതിർന്ന നേതാക്കളൊക്കെ തന്നെ മധുസൂദനെ സംരക്ഷിച്ചുകൊണ്ട് കുഞ്ഞികൃഷ്ണനെ തള്ളിപ്പറയുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ച കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ വയ്ക്കുന്നതിനെതിരെ, അല്ലെങ്കിൽ അദ്ദേഹം പാർട്ടിയിൽ തുടരുന്നതിനെതിരെ വലിയ വിമർശനം അത് പാർട്ടിക്കകത്ത് തന്നെയുണ്ട്. അതിനാൽ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു രീതിയിലുള്ള നടപടിയാണ് എങ്കിലാണ് അത് കൂടുതൽ ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്യുക. കാരണം ഇത്ര വലിയൊരു ആരോപണം ഉന്നയിച്ച ഒരാളെ പാർട്ടിയിൽ എങ്ങനെ നിർത്തും എന്നുള്ള ചോദ്യമാണ് അവശേഷിക്കുകയും ചെയ്യുന്നത്. ഏതായാലും പാർട്ടിക്കകത്ത് തന്നെ വലിയ ചർച്ച ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. കാരണം ആദ്യഘട്ടത്തിൽ കുഞ്ഞികൃഷ്ണൻ ഈ രീതിയിലുള്ള ഒരു ആരോപണവുമായി രംഗത്തെത്തുന്ന സമയത്ത് തന്നെ കുഞ്ഞികൃഷ്ണന് കൃത്യമായി അറിയാം ഈ രീതിയിലുള്ള നടപടി താൻ നേരിടേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു നടപടി നേരിടേണ്ടി വരും എന്നുള്ള ബോധ്യത്തിൽ നിന്ന് തന്നെയാണ് ഇത്തരം ആരോപണങ്ങൾ അത് പൊതുമധ്യത്തിലേക്ക് കുഞ്ഞികൃഷ്ണൻ നൽകുന്നത്. കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുൻപ് തന്നെ, വർഷങ്ങൾക്ക് മുൻപ് തന്നെ കുഞ്ഞികൃഷ്ണൻ പാർട്ടിക്കകത്ത് ഈ വിഷയങ്ങൾ ഉന്നയിക്കുന്നു. പക്ഷേ പാർട്ടിക്കകത്ത് ഉന്നയിച്ച വിഷയങ്ങളിൽ യാതൊരു തര ഇടപെടൽ നടപടി അത് പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. ഏരിയ സെക്രട്ടറി ആയിരുന്ന കുഞ്ഞികൃഷ്ണനെ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കുകയാണ് പാർട്ടി ചെയ്തത്. ആരോപണങ്ങളൊക്കെ തെളിവില്ല എന്ന് കണ്ടെത്തി തള്ളുകയും ചെയ്തു. പിന്നീട് ഒരു ഒത്തുതീർപ്പ് നടപടി എന്ന നിലയിലാണ് കുഞ്ഞികൃഷ്ണനെ ജില്ലാ കമ്മിറ്റിയിലേക്ക് കൊണ്ടുവരുന്നതും ഒഴിവാക്കിയ മധുസൂദനെ തിരിച്ച് ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് കൊണ്ടുവരുന്നതും ഒക്കെ. അപ്പോൾ വിഭാഗീയ പ്രശ്നങ്ങൾ അവിടെ അവസാനിച്ചു എന്ന് CPM കരുതിയതാണ്. പക്ഷേ പലപ്പോഴായി പുകഞ്ഞു നിന്നിരുന്ന വിഭാഗീയ പ്രശ്നങ്ങൾ ഒരു പൊട്ടിത്തെറിയിലേക്ക് എത്തുന്ന കാഴ്ചയാണ് പയ്യന്നൂരിൽ നിലവിൽ കാണാൻ കഴിയുന്നത്. ഈ പ്രതികരണം അത് കുഞ്ഞികൃഷ്ണൻ മാധ്യമങ്ങളിലൂടെ നടത്തിയതിന് പിന്നാലെ തന്നെ വലിയ രീതിയിൽ പലയിടങ്ങളിലായി പയ്യന്നൂരിൽ ഫ്ലക്സ് ബോർഡുകൾ, പോസ്റ്ററുകളൊക്കെ പ്രത്യക്ഷപ്പെടുന്ന കാഴ്ച കണ്ടു. പക്ഷേ എന്നാൽ അപ്പോഴും ഒരു വിഭാഗത്തിൻ്റെ പിന്തുണ അത് കുഞ്ഞികൃഷ്ണന് കൃത്യമായി ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. പാർട്ടിക്കകത്തും അങ്ങനെ ഒരു സംസാരമുണ്ട്, അങ്ങനെ ഒരു ചർച്ചയുണ്ട്. പാർട്ടിയിലെ ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെയെങ്കിലും, ഒരു ചെറിയ വിഭാഗത്തിൻ്റെയെങ്കിലും പിന്തുണ അത് കുഞ്ഞികൃഷ്ണന് ലഭിച്ചിട്ടുണ്ട്. അതാണ് ഇങ്ങനെ ഒരു തുറന്നു പറച്ചിലേക്ക് കുഞ്ഞികൃഷ്ണനെ എത്തിച്ചത് എന്നും പാർട്ടി വിലയിരുത്തുന്നു. അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ പാർട്ടിയിൽ നടക്കുന്നുണ്ട്. ഇന്നിപ്പോൾ അതിന് ഒരു ഉപോത്ബലകം എന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിന് കരുത്തു പകരുന്ന രീതിയിലാണ്
കുഞ്ഞികൃഷ്ണനെ അനുകൂലിച്ചുകൊണ്ടുള്ള ഫ്ലക്സുകളും പയ്യന്നൂരിൽ ഉയർന്നിട്ടുള്ളത്. VS അച്യുതാനന്ദൻ്റെ ഒപ്പമുള്ള കുഞ്ഞികൃഷ്ണൻ്റെ ഫോട്ടോകൾ, ചിത്രങ്ങളൊക്കെ പതിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്ററാണ് പ്രത്യക്ഷപ്പെട്ടത്. അതിൽ നമുക്ക് മുന്നിൽ നടന്ന നിങ്ങൾ വഴി കാട്ടട്ടെ തുടങ്ങിയ ആ രീതിയിലുള്ള വാചകങ്ങളാണ് ആ പോസ്റ്ററിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു സംഘം ആളുകളെങ്കിലും കുഞ്ഞികൃഷ്ണനെ അനുകൂലിച്ചുകൊണ്ട് പയ്യന്നൂരിലുണ്ട്. അത് ഇനി വരും ദിവസങ്ങളിൽ വലിയ വിഭാഗീയതയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുമെന്നുള്ള ആശങ്ക പാർട്ടിക്കകത്തുണ്ട്. അതിനാൽ തന്നെ എങ്ങനെ ഈ നടപടിയെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് തന്നെയാണ് CPM-നെ വലിയ ആശയക്കുഴപ്പത്തിലാക്കുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയാണ് എങ്കിൽ വിഭാഗീയത അത് കൂടുതൽ ശക്തമാകാനുള്ളൊരു സാധ്യത കൂടിയുണ്ട്. പാർട്ടിയിലെ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ പോലും കുഞ്ഞികൃഷ്ണനെ പിന്തുണച്ചുകൊണ്ടുണ്ട് എന്നുള്ള വിലയിരുത്തൽ പാർട്ടിയിലുണ്ട്. അതിനാൽ തന്നെ ഏത് രീതിയിൽ CPM ഇതിനെ കൈകാര്യം ചെയ്യും എന്നുള്ളത് തന്നെയാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഒപ്പം ഈ ഒരു തീരുമാനം അത് ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉണ്ടാകും. നാളെ ഇപ്പോൾ ജില്ലാ കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. ജില്ലാ കമ്മിറ്റിയിൽ ഈ റിപ്പോർട്ട് വെക്കും. മറ്റന്നാൾ പയ്യന്നൂർ ഏരിയ കമ്മിറ്റി യോഗം ഉൾപ്പെടെ ചേരുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും എന്താണ് നടപടി എന്നുള്ളത് തന്നെയാണ് ശ്രുതി ആകാംക്ഷയുണ്ടാക്കുന്ന ചോദ്യം. അല്പസമയത്തിനകം തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റ് അവസാനിക്കും. ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുകയും ചെയ്യും. തീർച്ചയായിട്ടും എന്താണ് ആ തീരുമാനം എന്നറിയാൻ അഭിജിത്തിലേക്ക് വീണ്ടും എത്താം.